സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ഷാലോം ടിവിയുടെ ഒരു പഠന ശിബിര പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയവുമായി സി കാറ്റിലെത്തിയിരിക്കുകയാണ്. സി കാറ്റിൽ ഈ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും വികാരി ജനറലുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഒറ്റത്തൈ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അവരുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഷിബു കീച്ചങ്കിരി അച്ഛനോടൊപ്പം വളരെ താല്പര്യപൂർവ്വം വളരെ നന്നായിട്ട് ഈ വിഷയത്തിൽ അവരുടെ സംശയങ്ങളും മറ്റും ചോദിക്കാൻ തക്കവണ്ണം ചർച്ചയിൽ പങ്കെടുക്കാൻ തക്കവണ്ണം തയ്യാറായി എത്തിച്ചേർന്നിരിക്കുന്ന മതാധ്യാപകരായ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഈ സി കാറ്റിലേക്ക് വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സി കാറ്റിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 946 ഖണ്ഡിക മുതലുള്ള പുണ്യവാന്മാരുടെ ഐക്യം എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന കാലത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ചർച്ചയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി വളരെ സ്നേഹപൂർവ്വം പാംബ്ലാനി അച്ഛനെ ക്ഷണിക്കുന്നു. ജീന ടീച്ചർ വീണ്ടും ചോദിക്കും. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകളും സുഹൃതങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാത്രമാണോ ലഭിക്കുക, അതോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കപ്പെടുമോ? ജീന ടീച്ചറുടെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമാണോ അതിൻ്റെ അനുഗ്രഹം കിട്ടുക? ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അപ്പൻ മരിച്ചയാളാണ്. എൻ്റെ അപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് എൻ്റെ അപ്പന് മാത്രമാണോ കിട്ടുക എന്ന് ചിന്തിച്ചാൽ അല്ല. കാരണം ഒരു വ്യക്തി, ഞാനെന്ന മകൻ എൻ്റെ അപ്പന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധമല്ല അവിടെയുള്ളത്. അവിടെയുള്ളത് എന്താണ്? ഈ ഭൂമിയിലെ സമരസഭ, ശുദ്ധീകരണ സ്ഥലത്തിലെ സഹന സഭയ്ക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണത്. അതിന് ഒരു സഭാപരമായ മാനമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ വ്യക്തിക്ക് അതിൻ്റെ കൃപ ലഭിക്കുന്നു. അതോടൊപ്പം ആ കൃപയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ മുഴുവൻ ആത്മാക്കൾക്കും പങ്കാളിത്തം ലഭിക്കുന്നു എന്നതാണ് സഭയുടെ പ്രബോധനം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സഭാപരമായ മാധ്യസ്ഥമാണ്. ഭൂമിയിലെ സഭ ശുദ്ധീകരണ സ്ഥലത്തിലെ സഭയ്ക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണത്. അതുകൊണ്ട് തന്നെ കുർബാനയിൽ ഇപ്പോൾ കുർബാന അർപ്പിച്ച് കാഴ്ചവെക്കാൻ പറ്റുന്നവരുണ്ട്, വിശുദ്ധ കുർബാന ചൊല്ലിച്ച് കാഴ്ചവെക്കുന്നവരുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ അങ്ങനെ ചെയ്യും അല്ലേ? പക്ഷേ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് കുർബാന കണ്ട് കാഴ്ചവെക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയേ ഉള്ളൂ, ബുദ്ധിമുട്ടേ ഉള്ളെങ്കിൽ അപ്രകാരം കാഴ്ചവെച്ചാലും അതിനെല്ലാം തുല്യ പ്രാധാന്യമാണുള്ളത്. കാരണം എന്താണ്? ഇത് ഒരു വ്യക്തിയുടെ പ്രവൃത്തിയല്ല, ഇത് സഭയുടെ മധ്യസ്ഥമാണ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ളത്. നമുക്ക് അപ്രകാരം ത്യാഗം ചെയ്ത് ഒരു വ്യക്തിക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ, അവസരമുണ്ടെങ്കിൽ അപ്രകാരം തന്നെ ചെയ്യണം. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് നമുക്ക് സഹായിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അവരുടെ മാധ്യസ്ഥം വഴി ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം.
അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി മാത്രമല്ല, ആ പ്രാർത്ഥനയിലൂടെ അതിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. താങ്ക് യു അച്ഛ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് തീർച്ചയായും അച്ഛന് പറയാനും, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. പണ്ട് കാലഘട്ടങ്ങളിലെ ഒരു ശീലം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ കൊച്ചുകുട്ടികളെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശീലം. അതിനെക്കുറിച്ച് കൂടി അച്ഛൻ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ക്രൈസ്തവ ആധ്യാത്മികതയിൽ, വിശിഷ്യ കത്തോലിക്ക ആധ്യാത്മികതയുടെ ഒരു സവിശേഷതയാണ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഒരു കുഞ്ഞ് സഹനമായിക്കോട്ടെ, ആ സഹനം ശുദ്ധീകരാത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇപ്പോൾ ഉദാഹരണമായി, നമ്മൾ കുഞ്ഞുങ്ങൾ വീട്ടിലൊരു കുസൃതി കാണിച്ചു, ഒരടി കിട്ടിയതിന് വേദനയുണ്ട് അല്ലേ? ആ വേദന വാസ്തവത്തിൽ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവന് കിട്ടിയതാണ് എങ്കിൽ പോലും ആ വേദനയെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശുദ്ധീകരാത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്ക് ആ വേദന ഉപകരിക്കുന്നു. നടന്നു പോകുമ്പോൾ നമ്മുടെ കാല് കല്ലിൽ തട്ടി, നഖം തെറിച്ചു പോയി, ഭയങ്കര വേദനയാണ്. അപ്പോൾ നമ്മളെല്ലാം എന്ത് പറയും? യുവജനങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം എന്ന് പറയും അല്ലേ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മളതൊക്കെ പറയും. അത് കഴിഞ്ഞ് ഈ വേദനയുണ്ടല്ലോ, ഈ വേദന വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതാണെങ്കിലും നമ്മളെ വേദന സഹിക്കണം. ആ വേദന ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും. ബസ്സിലൊരു പ്രായമായ മനുഷ്യൻ കയറി വന്നു, എഴുന്നേറ്റ് നിന്ന് സീറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും അതിനകത്തൊരു സഹനമുണ്ട്. ആ സഹനം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു ആധ്യാത്മിക ശൈലി, അത് കത്തോലിക്ക ആധ്യാത്മികതയുടെ തനിമയാണ്, തനത് സവിശേഷതയാണ്. നിങ്ങൾ മതാധ്യാപകർ വേദപാഠ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങളെ ശരിയാമിതം പരിശീലിപ്പിക്കേണ്ട ഒരാധ്യാത്മിക അഭ്യാസ ശൈലി കൂടിയാണ് ഇത് എന്നോർത്തിരിക്കുക. താങ്ക് യു അച്ഛ. ഇത് തീർച്ചയായും നിങ്ങൾക്ക് അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ ഈ ഒരു കാര്യം അനേകരെ, ഇപ്പോൾ ശാലോമിൻ്റെ പ്രേക്ഷകരെ ഇത് ആകർഷിച്ചിട്ടുണ്ടായിരിക്കും, വിശ്വാസത്തെ വളർത്തുന്നതായിരിക്കും. ഇനി ആരെയാണ് ചോദിക്കുന്നത്? ആൻസി ടീച്ചർ ചോദിക്കൂ. അച്ഛൻ്റെ ചോദ്യം ഇതാണ്: വിശ്വാസം സ്വീകരിക്കേണ്ടത് ഒരു വ്യക്തി സ്വതന്ത്രമായ മനസ്സോടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണല്ലോ. വിവാഹം എന്ന കൂദാശയ്ക്ക് ജനമധ്യേ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന സഭ എന്തുകൊണ്ടാണ് തിരിച്ചറിവാകാത്ത പ്രായത്തിൽ ഒരു കുഞ്ഞിനെ മാമോദിസ നൽകി ക്രിസ്ത്യാനിയാക്കുന്നത്? ആൻസി ടീച്ചർ വളരെ കുഴക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? വിവാഹത്തിന് സമ്മതം ചോദിക്കുക, മാമോദിസായ്ക്ക് സമ്മതമില്ല, ഇതാണ് ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ? അതിൻ്റെ ഉത്തരം എന്നാന്ന് ചോദിച്ചാൽ, വിവാഹത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു മനുഷ്യ വ്യക്തിയെയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളാവോ ഇല്ലയോ എന്ന് അയാൾ തന്നെ മറ്റേ ആൾ തീരുമാനിച്ചോളാനാണ് സഭ പറയുന്നത്. അതേസമയം മാമോദീസായിൽ നാം സ്വീകരിക്കുന്ന ആരെയാ? ഈശോ മിശിഹായെ. ഈശോ മിശിഹായെ സ്വീകരിക്കുക എന്നത് ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. ഈശോയെ സ്വീകരിച്ച ഗുണമാണോ ദോഷമാണോ എന്ന ആശങ്ക സഭയ്ക്ക് അല്പം പോലും ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് അനുവാദങ്ങളോ സ്വതന്ത്രമായ തീരുമാനമോ ഇല്ലാതെ ഈശോയ്ക്ക് ആ കുഞ്ഞിനെ നൽകുക അല്ലേ? കല്യാണം കഴിക്കുമ്പോൾ എന്നാണ് ചെയ്യുന്നത്? മറിയാമ്മ തോമാച്ചനെ പോയി കെട്ടി. തോമാച്ചൻ്റെ സ്വഭാവം എന്നതാണ് എന്നുള്ളത് മറിയാമ്മയ്ക്ക് ഒരു പിടിയുമില്ല, കല്യാണം നടത്തുന്ന അച്ഛനും പിടിയില്ല, ആർക്കും അതിന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് സഭ ചോദിക്കുന്നത്, മറിയാമ്മേ, പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി നീ ഈ നിൽക്കുന്ന തോമാച്ചനെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? തോമാച്ചനെ സ്വീകരിച്ച വകയിലുള്ള ഗുണവും ദോഷത്തിനും ആര് മാത്രമാണ് ഉത്തരവാദി? മറിയാമ്മ മാത്രമാണ് ഉത്തരവാദി. അതേസമയം മാമോദീസായി നമ്മൾ കിട്ടുന്ന ആരെയാ? ഈശോ മിശിഹായി. ആ ഒരു വ്യത്യാസമാണ്. ഇനി എന്താണ് മാമോദീസ? ഒരു വ്യക്തി അവൻ്റെ അറിവോടെ സമ്മതത്തോടെ സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണോ അവൻ്റെ രക്ഷ? അല്ലല്ലോ. രക്ഷ എപ്പോഴും ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്.
കുഞ്ഞു പ്രായത്തിൽ മാമോദീസ സ്വീകരിച്ചാലും പ്രായമായിട്ട് മാമോദീസ സ്വീകരിച്ചാലും രക്ഷ എന്നും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവദാനമാണ് രക്ഷ എങ്കിൽ അത് സ്വീകരിക്കുന്നതിൻ്റെ പ്രായം നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല, ഇല്ലേ? കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഉടനെ അരഞ്ഞാണം മേടിച്ച് കെട്ടുന്നു, ഇല്ലേ? അരഞ്ഞാണം ആരാണ് മേടിച്ച് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിന് നാട്ടു നടപ്പുകളൊക്കെ ഉണ്ട്, ഇല്ലേ? അപ്പോൾ അരഞ്ഞാണം കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി വരുമ്പോൾ അയ്യോ അത് തിരിച്ചറിവാകാത്ത കൊച്ചാണേ, അതിന് അരഞ്ഞാണം ഇപ്പോൾ കെട്ടണ്ട, അതിനോട് ചോദിച്ചേച്ച് മതി എന്ന് ടീച്ചറിൻ്റെ കൊച്ചിന് വന്നാൽ ടീച്ചർ പറയുമോ? ഇല്ല. ആ അരഞ്ഞാണം ഗുണകരമാണ്, അത് കൈവശം വയ്ക്കുന്നത് അനുഗ്രഹമാണ് എന്ന് ടീച്ചറിന് അറിയാം, ഇല്ലേ? കൊച്ചിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടുന്നില്ല, കാരണം കിട്ടുന്നത് നല്ലതാണ് എന്ന് ടീച്ചറിന് അറിയാവുന്നതുകൊണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ രക്ഷയുടെ ഉറവിടമായ ദൈവപുത്രനെ സ്വീകരിക്കുന്നതിന് കൊച്ചിൻ്റെ സമ്മതമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കും. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുക? ജോബി സാറ്, ബിജു സാറ് ചോദിക്കൂ. തനത് വിധിയിൽ ഈ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വ്യക്തികൾക്ക് പുനരുദ്ധാനമുണ്ടോ എന്നുള്ളത്. അങ്ങനെ പുനരുദ്ധാനം ഉണ്ടെങ്കിൽ അവരുടെ ശരീരം തിരിച്ചു കിട്ടി മരണമില്ലാത്ത പുതിയ ലോകത്തിലേക്ക് അവർ കൂട്ടിച്ചേർക്കപ്പെടുമോ എന്ന്? യെസ്, ബിജു സാർ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് പുനരുത്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ഉത്ഥാനം അതുണ്ട്. അതായത് നരകത്തിലായിരിക്കുന്ന സകല മരിച്ചവരും ദൈവപുത്രൻ്റെ സ്വരം കേൾക്കുമ്പോൾ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുന്നു എന്നാണ് ബൈബിൾ പറയുക. അതുകൊണ്ട് നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും ശരീരം ഒരുപോലെ അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവയുടെ ആത്മാവുമായി ഒന്നുചേരുന്നു. നരകത്തിലായിരുന്ന ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ശരീരവുമായി ഒന്നുചേരുന്നു. സ്വർഗത്തിലായിരിക്കുന്ന ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ശരീരവുമായി ഒന്നുചേരുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവർക്കും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. ശരീരത്തോട് ചേർന്ന എല്ലാ ശുദ്ധീകരാത്മാക്കളും അതോടെ സ്വർഗത്തിലെത്തിച്ചേരുന്നു. പക്ഷേ നരകത്തിലായ ആത്മാക്കൾ ശരീരത്തോട് ചേർന്ന് കഴിയുമ്പോഴും നരകത്തിൻ്റെ നഷ്ടം അനുഭവിക്കാൻ വിധിക്കപ്പെടുന്നു. അവരൊരിക്കലും പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും വരില്ല. കാരണം പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവത്തിൻ്റെ ഐക്യമാണ്. ദൈവത്തെ ബോധപൂർവം വേണ്ട എന്ന് പറയുകയും ദൈവത്തെ എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്, ദൈവീകമായ മാർഗങ്ങളെയെല്ലാം ഞാൻ പുച്ഛിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുകയും ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് ദൈവൈക്യത്തിൻ്റെ എല്ലാ വഴികളും ആ വ്യക്തി തന്നെ അടച്ചു കളയുകയാണ് ചെയ്തത്. കാരണം ദൈവം ശിക്ഷിച്ച് ഒരാളെ നരകത്തിലെത്തിക്കുകയല്ല, ദൈവം ഒരാളെ രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ദൈവം ആരെയും ശിക്ഷിച്ച് നരകത്തിലെത്തിക്കുകയല്ല. നരകം ഒരു വ്യക്തി സ്വന്തം തീരുമാനപ്രകാരം സ്വന്തം പ്രവർത്തനങ്ങൾ മൂലം നിരന്തരമായ തിരുത്തലുകളെ അവഗണിച്ചുകൊണ്ട് സ്വയമേവ നേടിയെടുക്കുന്നതാണ് നരകം. ദൈവം ആരെയും നരകശിക്ഷയ്ക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. നരകത്തിലെ വിറകുകൊള്ളിയായി ദൈവം ആരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിച്ച എല്ലാവരെയും കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്താണ്? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണം കാത്ത് തന്നിൽ എത്തിച്ചേരുക. ഓരോ മനുഷ്യനെയും കുറിച്ചുള്ള പദ്ധതി അതാണ്, അല്ലേ യോബിൻ? ആ പദ്ധതിയാണ് എല്ലാവർക്കും ഇവരെയും കുറിച്ച് ദൈവത്തിനുള്ളത്. ആ പദ്ധതിയാണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. അതിന് പകരം ദൈവമേ നിന്നെ എനിക്ക് വേണ്ട, ഞാനൊരു നിരീശ്വരവാദിയാണ്, എനിക്കൊരു ദൈവത്തെയും കുറിച്ച് കേൾക്കുന്നത് തന്നെ പുച്ഛമാണ്, ദൈവം എന്ത്, ദൈവത്തെ കൂടാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റും, ദൈവം ചത്തുപോയി, ദൈവത്തിൻ്റെ ശവപ്പെട്ടിക്ക് ആണിയടിച്ചു, ചെവിയോർത്താൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശവഘോഷയാത്ര കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് ദൈവം മനുഷ്യൻ്റെ ഞരമ്പ് രോഗമാണ് എന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റാൻ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി
തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത്. ഓക്കെ അച്ഛാ. ഇനിയും ആരാണ് ചോദിക്കാൻ? ഷീജ ടീച്ചർ ചോദിക്കൂ. ക്രിസ്തുവിൽ ഒന്നായി ചേരുന്ന സമയം വരുമ്പോൾ സഭ സ്വർഗീയ മഹത്വത്തിൽ പൂർണ്ണത നേടുമെന്ന് പറയുന്നു. ഈ പൂർണ്ണതയ്ക്ക് ശേഷം സഭയുണ്ടാകുമോ? ക്രിസ്തുവുമായി ഐക്യത്തിലാകുമ്പോൾ, അതായത് യുഗാന്ത്യത്തിന് ശേഷം സഭ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, യുഗാന്ത്യത്തിന് ശേഷം സഭ എന്ന് പറയുന്നത് എന്തായി മാറുന്നു? സ്വർഗരാജ്യമായി മാറുന്നു എന്നതാണ് സത്യം. അതായത് പറുദീസ, ദൈവം ആദാമിനെയും ഹൗവായെയും സൃഷ്ടിച്ച പറുദീസ ഈ സ്വർഗരാജ്യത്തിൻ്റെ ആദ്യ രൂപമായിരുന്നു. കാനാൻ ദേശം, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഈ സ്വർഗരാജ്യത്തിൻ്റെ രണ്ടാമത്തെ രൂപമായിരുന്നു. ഈശോയുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സമൂഹം, തിരുസഭ, അത് ഈ ദൈവരാജ്യത്തിൻ്റെ മൂന്നാമത്തെ രൂപമായിരുന്നു. വിവിധ രൂപങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ സ്വർഗരാജ്യം ആയിരുന്നു ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും. അവയെല്ലാം അന്തിമമായി എത്തിച്ചേരുന്ന പരമസത്യം സ്വർഗരാജ്യമാണ്. അതുകൊണ്ട് സഭയില്ലാതാകുമോ എന്ന് ചോദിച്ചാൽ, സഭയൊന്നാകെ സ്വർഗരാജ്യമായി പരിവർത്തനപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? സണ്ണി സാറ് ചോദിക്കൂ. അച്ഛാ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ഈ ആലയത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത് എന്ന്. നമ്മുടെ ശരീരം ഇത്ര പരിപാവനവും വിശുദ്ധവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശരീരത്തെ അഴുകാൻ ദൈവം അനുവദിക്കുന്നത്? ശരീരം അത്ര കണ്ട് പരിശുദ്ധമാണെങ്കിൽ എന്തിനാ അഴുകാൻ സമ്മതിക്കുന്നതെന്നല്ലേ? അത്ര കണ്ട് പരിശുദ്ധമാണെങ്കിൽ ചിലപ്പോൾ അഴുകാതെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തേക്കും സണ്ണി സാറേ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവം അങ്ങനെ എടുത്തിട്ടുണ്ട്. ആരെയാ? പരിശുദ്ധ അമ്മയെ, ദൈവജനനിയായ പരിശുദ്ധ മറിയത്തെ ദൈവം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? അതുകൊണ്ട് പരമപരിശുദ്ധനായ ദൈവത്തോട് അത്ര കണ്ട് ഐക്യപ്പെട്ട് ജീവിച്ച, പരിശുദ്ധ അമ്മയെപ്പോലെ ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ മരണശേഷം ശരീരം അഴുകാതെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടാം. ചില വിശുദ്ധരുടെയൊക്കെ ശരീരം അഴുകാതെ ഇരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് ശരീരം അഴുകി എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്ക് വിശുദ്ധി ഇല്ല എന്നും അർത്ഥമൊന്നുമില്ല. അതും വേറെ വിഷയം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുക. സാറ് ചോദിച്ചതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ശരീരം അഴുകുക എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഒരു ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ അപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ശരീരം അഴുകി ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, അഴുകി പുതിയ ശരീരമായി മാറുന്നു. ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുകയാണ്, അല്ലേ? ശരീരത്തിൻ്റെ അഴുക, ശരീരം അങ്ങ് ജീർണിച്ച് ആവിയായി ഇല്ലാതായി തീരുക എന്ന പ്രക്രിയ അല്ലത്. എന്താണ് അത്? ആ ശരീരം അഴുകി ജീർണിച്ച് ഇല്ലാതാകുന്നതിന് പകരം മഹത്വമുള്ള ശരീരമായി അത് രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒരു രൂപാന്തരീകരണ പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ് ഈ മൃതസംസ്കാരത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ അർത്ഥപൂർണമായത്. താങ്ക് യു. ഇനി ആരാണ് ചോദിക്കുക? നമ്മുടെ അരുണാണ് ചോദിക്കുന്നത്. അരുൺ ചോദിക്കൂ. നമ്മൾ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ കുട്ടികളെ മരണത്തിലേക്ക് വരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന പല ഓൺലൈൻ ഗെയിമുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും സജീവമാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമുകളെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഒന്നാമത് ഈ ഗെയിം ഞാൻ ഇതുവരെയും കളിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അറിയത്തില്ല. കാരണം ഇതേക്കുറിച്ച് നമുക്കുള്ള പത്രവാർത്തകൾ, അതുപോലെ തന്നെ പോലീസ് റിപ്പോർട്ടുകൾ, അവയുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്കിതിനെക്കുറിച്ചുള്ള അറിവുള്ളൂ. പിന്നെ അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാവുന്നത്, ഈ പറഞ്ഞതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ
ഒരു വ്യക്തിയെ മരണത്തിലേക്ക് ബോധപൂർവം തള്ളിവിടാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഓൺലൈൻ കളികൾ എന്ന് നാം കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് എങ്കിൽ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ തിന്മയുടെ ശക്തിയായ സാത്താൻ്റെ പ്രവൃത്തിയുണ്ട്. ഇത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതിനെ ഒരു പൈശാചിക പ്രവൃത്തി എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമുക്ക് തന്ന അനുഗ്രഹമായ ജീവനെ വെറുതെ പാഴ്ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു കളയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സാത്താൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇത്തരം ഗെയിമുകളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അല്ലയോ യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ കൃപാവലയത്തിൽ നിന്നകന്ന് നിങ്ങൾ സാത്താൻ്റെ പിടിയിലേക്ക് നീങ്ങുകയാണ്. സാത്താനെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, അവൻ വരുന്നത് മോഷ്ടിക്കാൻ എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നു, എന്നിട്ടോ നമ്മളെ കൊല്ലും, എന്നിട്ടോ നശിപ്പിക്കും. ഇതാണ് മൂന്നും. വ്യാജം പറഞ്ഞ് നമ്മളെ ആകർഷിക്കുന്നു, നമ്മളെ കൊല്ലുന്നു, നശിപ്പിക്കുന്നു. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിലെത്തിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും, ഇത്തരമുള്ള ഗെയിമുകളുടെ മറവിലൂടെ സാത്താൻ ആരാധകരുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പൈശാചിക ശക്തിയുടെ വിളയാട്ടങ്ങളാണ് ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗെയിമുകളുടെ അപകടങ്ങളെക്കുറിച്ച് മതാധ്യാപകരായ നിങ്ങൾ കുട്ടികളെ ശരിയാം വിധത്തിൽ ബോധവൽക്കരിക്കണം. സ്കൂൾ അധ്യാപകർ ബോധവൽക്കരിക്കണം. സർവോപരി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതുപോലെ ഇതിനെതിരെ എല്ലാ നിയമ നടപടികളും സർക്കാർ സ്വീകരിക്കുകയും ഓൺലൈനിൽ നിന്ന് ഇത്തരത്തിലുള്ള ലിങ്കുകൾ നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര മന്ത്രി തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് ജനത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത്. ആ ഉത്തരവാദിത്തം അവർ ചെയ്യുമ്പോൾ ബോധവൽക്കരണത്തിലൂടെ സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഓരോ മാതാവും പിതാവും തൻ്റെ കുഞ്ഞ് ഓൺലൈനിൽ എന്താണ് കാണുന്നത്, കേൾക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിവുള്ളവരാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഇത്തരം അപകട സന്ദർഭങ്ങൾ നമുക്ക് പ്രേരണ തരുന്നുണ്ട്. അച്ഛൻ ഈ ഗെയിമിനെ പറ്റി തന്നെ ഒരു സംശയമാണ്. ഈ ഗെയിം സൃഷ്ടിച്ച വ്യക്തി പറഞ്ഞത് ഈ ലോകത്തിന് വേണ്ടാത്തവരെല്ലാവരും മരിക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നത് ലോകത്തിനും നാടിനും ഒന്നും വേണ്ടാത്തവരാണ് ഈ ഗെയിമും കളിച്ചിരിക്കുന്നത്. അവരെ പോലുള്ളവർ ലോകത്തിന് വേണ്ട, അവർ നശിക്കട്ടെ, അവർ മരിക്കട്ടെ എന്നാണ് പുള്ളി പറഞ്ഞത്. അതിനെക്കുറിച്ച് ഒന്ന് അച്ഛനെ പറയുന്നത്. ഗെയിമിൻ്റെ ഉപജ്ഞാതാവിൻ്റെ നിഗമനം ഇതാണെന്നാണ് ഷിബിൻ സാറ് ഷിബിൻ സാറിൻ്റെ കണ്ടെത്തൽ. സാറ് യൂത്താണ് കേട്ടോ, യൂത്താണ്. ഷിബിൻ പറയുന്നത് ഈ പ്രകാരമുള്ള വ്യക്തികൾ നശിക്കണം. അങ്ങനെ പറയാൻ അയാൾ ആരാണ്? അയാൾക്ക് എന്താ അധികാരം? ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ളവരൊക്കെ പോയി നശിച്ചോട്ടെ എന്ന് വിധിക്കാൻ നമുക്ക് ആരെങ്കിലും അധികാരം തന്നിട്ടുണ്ടോ? ഒരാളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കാം, അയാൾക്ക് അത് വെച്ച് പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിർമ്മിച്ച് അതിനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്, അല്ലേ? നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ നാശകാരണമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നത് പോലും കുറ്റകരമാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് നാശമുണ്ടാക്കുന്ന രീതിയിൽ, അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ, പറമ്പിൽ ഇലക്ട്രിക് വേലി കെട്ടി അതേ തട്ടി ഒരു അയലോക്കംകാരൻ മരിച്ചു പോയാൽ കേസെടുക്കും. കാരണം എന്താണ്? അങ്ങനെ അപകടകരമായ രീതിയിൽ മറ്റുള്ളവർക്ക് അപകടം ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള നിഗമനങ്ങൾ തന്നെ തെറ്റാണ്. ആ ചിന്തയ്ക്ക് പിന്നിൽ പൈശാചികതയുണ്ട്. കുറേ മനുഷ്യരിവിടെ വേണ്ടാത്തവരാണ്, അവരെ ഒഴിവാക്കണം. പകരം എന്നെപ്പോലെയുള്ള ബുദ്ധിമാന്മാർക്ക് മാത്രമുള്ളതാണ് ഈ ലോകം എന്ന് ചിന്തിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുണ്ട് എങ്കിൽ അവർ പൈശാചികതയുടെ വക്താക്കളാണ്. അത്തരം ആളുകളെയാണ് ആദ്യം കയ്യാമം വെച്ച് ജയിലിലടയ്ക്കേണ്ടത്. നമ്മുടെ ഈ സി കാറ്റ് എപ്പിസോഡിൻ്റെ ഒരു
സ്ഥിരമായി കാണുന്ന ഒരു അക്കാമ ആൻ്റണി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഒരു കാര്യം എഴുതി ചോദിച്ചിരിക്കുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും 8:30-ക്കുള്ള ഷാലോം ചാനലിൽ സീകാറ്റ് എന്ന പരിപാടി ഞാൻ കാണാറുണ്ട്. പലപ്പോഴും അത് മുഴുവൻ എനിക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ എപ്പിസോഡുകൾ ഏതെങ്കിലും രീതിയിൽ CD ആയിട്ടോ മറ്റോ ലഭിക്കാൻ സാധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം നൽകാൻ കഴിയുമോ? ഈ ക്ലാസ്സുകൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കത്തെഴുതി അറിയിച്ചതിന് പ്രത്യേകം നന്ദി. തീർച്ചയായും നമ്മൾ CD ആയിട്ട് ഇറക്കിയിട്ടില്ല. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഷാലോം TV-യുടെ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ കഴിഞ്ഞ എപ്പിസോഡുകൾ മുഴുവനും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. www.shalomtv.tv എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡുകൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതല്ല, അതിന് മുമ്പുള്ള എപ്പിസോഡുകൾ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിലും ഇത് കാണാൻ സാധിക്കുമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡുകൾ ഇവിടെ പൂർണ്ണമാവുമ്പോൾ വളരെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും ചർച്ചകളും? നല്ല ക്ലാസ്സായിരുന്നു. ഇങ്ങോട്ട് നമ്മൾ വന്നതുപോലെയല്ല തിരിച്ച് നമ്മൾ പോകുന്നത്. നിങ്ങൾ നന്നായി ഒരുങ്ങിയാണ് ഇതിന് വന്നത് എന്നുള്ളത് തീർച്ചയായും അച്ഛൻ ഇതിനോടകം തന്നെ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ എപ്പിസോഡുകൾ സഭാവിശ്വാസത്തിൽ ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് അച്ഛൻ നൽകിയുണ്ടായി അല്ലേ? നമുക്ക് തീർച്ചയായും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരുപാട് വെളിപ്പെടുത്തലുകളും ഇന്നേ ദിവസം വിശ്വാസ ജീവിതത്തിൽ അസ്വസ്ഥതകളുള്ളവർക്കൊക്കെ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ഒരു വളർച്ചയിൽ, വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ ഇന്നത്തെ എപ്പിസോഡ് കാരണമായി. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. സീകാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇന്നത്തെ നമ്മുടെ പുണ്യവാന്മാരുടെ ഐക്യത്തെക്കുറിച്ച് തുടങ്ങി ഈ മരണാനന്തര ജീവിതം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെ മുന്നോട്ട് നയിക്കുകയും നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും വളരെ അഭിഷേകം നിറഞ്ഞ ഉത്തരങ്ങൾ നൽകുകയും ചെയ്തത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ ജോസഫ് പാമ്പ്ലാനി അച്ഛനാണ്. അച്ഛനെ ഹൃദയപൂർവ്വം ഷാലോം പ്രേക്ഷകർ എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ ഈ നിറഞ്ഞ സദസ്സിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയും വളരെ ലൈവായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ സീകാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഏറ്റവും മനോഹരമാക്കിയ ഒറ്റത്തൈ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ മതാധ്യാപകരായ യുവജന കൂട്ടുകാരായ നിങ്ങൾക്കും ഷാലോമിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പുതിയ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. സീകാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.